അങ്ങനെ ഞങ്ങളുടെ ഒഡീഷ ട്രിപ്പിൻ്റെ 3rd ഡേ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അറേഞ്ച് ചെയ്തിരുന്നു. പൂരിയും സബ്ജിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി റെഡിയായി. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അടുത്ത യാത്രയ്ക്കായുള്ള കാത്തിരിപ്പും തിരിച്ച് ഉത്തരവാദിത്തങ്ങളിലേക്കുള്ള മടക്കം. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വണ്ടിയിൽ കയറി നേരെ പോയത് കുൽദിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. ഇത് സിംലിപാൽ ഫോറസ്റ്റിൻ്റെ പാർട്ടാണ്. അവിടുന്ന് നമ്മൾ പാസ് എടുത്ത് ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് ഫോറസ്റ്റ് ന്യൂ എക്സ്പീരിയൻസ് ഇല്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ഫോറസ്റ്റാണ്. ഇനി നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇത് വലിയൊരു ഫോറസ്റ്റ് ഏരിയയാണ് കേട്ടോ. 282 സ്ക്വയർ കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തീർണം. ഒരുപാട് വൈവിധ്യങ്ങളായ ജന്തുജാലങ്ങളെല്ലാം ഇവിടെയുണ്ട്. ടൈഗർ, എലഫൻറ്റ്, ജയൻറ്റ് സ്കുരൽ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട് ഉള്ളിലേക്ക് പോയാലാണ് ഇത് കാണാൻ പറ്റുള്ളൂ. കുറേ ഭാഗങ്ങളെല്ലാം നോ എൻട്രി ആണ് കേട്ടോ. അവർ നമ്മൾ ചെല്ലുമ്പോൾ നിർദ്ദേശങ്ങളെല്ലാം തരും. ഇന്ന ഭാഗത്തേ പോകാൻ പാടുള്ളൂ, ഇങ്ങോട്ട് പോകാൻ പാടില്ല. ഫോറസ്റ്റിൻ്റെ ഉള്ളിലെല്ലാം ഒരുപാട് വാച്ച് ടവേഴ്സ് ഉണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിനെല്ലാം ഫോട്ടോസ് എടുക്കാനും മൃഗങ്ങളെ നിരീക്ഷിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ആദ്യം കണ്ടത് ഒരു വിഗ്രഹാരാധനയുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്നു അവരിങ്ങനെ പൂജിക്കുന്നൊരു സ്ഥലങ്ങളായിരിക്കാം. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത്. അതെനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു വാട്ടർഫോള് നമുക്ക് കേരളത്തിലുള്ളവർക്ക് അത്ര പുതുമയല്ല. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസൊക്കെ കണ്ടിട്ട് ഇതൊക്കെ നമുക്ക് ചെറുതാണ്. പക്ഷേ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ അരുവികൾ, ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നിയ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഭയങ്കര ക്ലിയർ ക്രിസ്റ്റൽ വാട്ടർ, അത് പറയാതിരിക്കാൻ തരമില്ല. നല്ല കളറ്. അവിടെ ചെന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് അതെല്ലാം ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഇറങ്ങി. ഭയങ്കര തണുത്ത വെള്ളം, അതിൻ്റെ ശബ്ദവും ആ അറ്റ്മോസ്ഫിയറിലിരിക്കാനും. നമ്മളിപ്പോൾ സീയിൽ പോകുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ്, കാട്ടിൽ വന്ന് ഇങ്ങനെ സ്ട്രീമിൽ കുളിക്കുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ്. എല്ലാവരും വെള്ളത്തിലിറങ്ങി കുറേ കളിച്ചു. നമുക്ക് ഇറങ്ങി കുളിക്കാം. നീന്തൽ അറിയണം എന്നില്ല, ഇത് ഒരുപാട് ഡെപ്ത് ഇല്ല കേട്ടോ. സുഖമായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കാം. ഒരു കഴുത്തിനൊപ്പം അത്രയ്ക്കൊക്കെ വെള്ളം അതിലുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഇറങ്ങി, ഞാൻ ഇറങ്ങിയില്ല. പിന്നെ കുറേ നേരം പക്ഷേ നമ്മൾ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കളിച്ച് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്തൊരു ക്ലിയർ ആയിരുന്നു ആ വാട്ടർ എന്നറിയോ. അത്രയും തണുപ്പും ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം, വേറൊന്നും വേണ്ട. കുറച്ച് നേരം കണ്ണടച്ച് ആ ശബ്ദം മാത്രം കേട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറെ ഒന്നും നമ്മുടെ മനസ്സുണ്ടാവില്ല. അത്രയും കൂളാവുന്നത് അതിങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ നിങ്ങളും ഇങ്ങനത്തെ യാത്രകൾ പോകണം. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് എല്ലാം അനുഭവിച്ചറിയണം. അതൊക്കെയല്ലേ ഒരു രസം. ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവണം ജീവിതത്തിൽ. എന്നും തിരക്കുകൾ മാത്രമായി ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊന്നും നേടില്ല. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. ഒരു വട്ടം യാത്ര ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവില്ല. പുതിയ പുതിയ അനുഭവങ്ങൾ തേടിയുള്ള യാത്രകളിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇറങ്ങി തിരിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഓരോ യാത്രകളും ഓർമ്മകളാണ്, എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള നല്ല ഓർമ്മകൾ. നിങ്ങളും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ഇറങ്ങിത്തിരിക്കണം, പുതിയ പുതിയ അനുഭവങ്ങൾ തേടിയിട്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഈ 3 ദിവസത്തെ യാത്ര ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബീച്ചാണെങ്കിലും ടെമ്പിളാണെങ്കിലും ഈ വാട്ടർഫോൾസ് ആണെങ്കിലും ഈ വെള്ളത്തിൻ്റെ തണുപ്പ് പോലെ എന്നും മനസ്സിന് കുളിരേകുന്നതാണ്. അങ്ങനെ ഓരോ ചിത്രങ്ങളും ഓരോ ഓർമ്മകളാക്കിയിട്ട് സൂക്ഷിക്കാനും അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എല്ലാ സുഹൃത്തുക്കളോടും കൂടി വീണ്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ ആകെ കണ്ടത് വരുന്ന വഴിക്ക് ഒരു മാനായിരുന്നു കേട്ടോ. വേറെ മൃഗങ്ങളെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഓരോ സ്റ്റിൽസും ഓർമ്മകളായി സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത യാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ്.